ഈ ശബരിമല കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്വേഷണത്തിൽ വന്നപ്പോൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇപ്പോൾ മേൽശാന്തി, തന്ത്രി, മുരാരി ബാബു, പത്മകുമാർ, വാസു, ഇങ്ങനെ എണ്ണം പറഞ്ഞ ആളുകളാണ്. SITയുടെ അന്വേഷണം അവരിലേക്കൊക്കെ തന്നെ നീണ്ടു. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പത്മകുമാർ വരെ അറസ്റ്റായി. ഇനി ജയറാം സംശയത്തിൻ്റെ നിഴലുമാണ്. പക്ഷേ അപ്പോഴൊക്കെയും ഒഴിവാക്കപ്പെട്ട ഒരു പേര് തന്ത്രിയാണ്. തന്ത്രിയാണ് ഈ പിന്നെ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഞാൻ സാക്ഷിയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തത്. തന്ത്രിക്ക് ഇതിനകത്തുള്ള നേട്ടം എന്താണ്? തന്ത്രി ഇപ്പോൾ ഒഴിച്ചു നിർത്തിയേക്കുന്നത് എന്താണ്? ഇതൊക്കെ ജനങ്ങൾക്ക് വലിയ സംശയമല്ലേ? ഈ അന്വേഷണമൊക്കെ നടക്കുമ്പോഴും തന്ത്രി ഇപ്പോഴും സേഫാണ്. തന്ത്രി അങ്ങനെ തന്നെയാണ്. കാരണം വാജിവാഹനം ഉൾപ്പെടെ തന്ത്രിയാണ് കൊണ്ടുപോയത്. പിന്നീട് ഞാനത് തിരിച്ചു നൽകാം ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ നമുക്ക്? ഇല്ല, പറ്റത്തില്ല. ഇതിനകത്ത് തന്ത്രിക്ക് ഇതിനകത്ത് യാതൊരു റോളിൻ്റെയും കാര്യമുള്ള ആളല്ല. പക്ഷെ കൃത്യമായ റോളുകളെല്ലാം അദ്ദേഹം വഹിച്ചിരിക്കുന്നു. അത് കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോടതി ഇതിൻ്റെ അവസാനവും കണ്ടിട്ടുണ്ട്. കോടതി ഇത് നമ്മളിപ്പം കോടതിയുടെ ഓരോ സമയത്തും ഈ കേസിനകത്ത് കോടതിയുടെ ഇടപെടലിനകത്ത് നമുക്ക് മനസ്സിലാവുന്നു കോടതി ഇത്രയും സൂക്ഷ്മതയോടുകൂടി എന്തോ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തോ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം പോലെ തോന്നുന്നില്ല. സുജിക്ക് പലപ്പോഴും തീർച്ചയായിട്ടും കോടതി അല്ലെങ്കിൽ അങ്ങനെ ഇടപെടത്തില്ല. ആ വകുപ്പ് എന്താ ഇടാത്ത, ഈ വകുപ്പ് എന്താ ഇടാത്ത, അങ്ങനെയുള്ള രീതിയിൽ അതുപോലെ ഇന്ന കാര്യം എന്താ അന്വേഷിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്താന്നല്ല പറഞ്ഞത്. ലിസ്റ്റ് ചെയ്തതിനകത്ത് പറഞ്ഞിട്ട് മുരാരിബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, അല്ലെങ്കിൽ വാസു, പത്മകുമാറ്, മേൽശാന്തി, തന്ത്രി. മേൽശാന്തിയുടെ കാര്യവും തന്ത്രിയുടെ കാര്യവും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിന് തന്ത്രി ഇതിനകത്ത് ഒപ്പിട്ടു? 2019 ഈ മാസ്റ്റർ തയ്യാറാക്കുന്നതിനകത്ത് തന്ത്രി മേൽശാന്തി എന്തിനു ഒപ്പിട്ടു? തന്ത്രി മേൽശാന്തി എന്തിനു ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. കാരണം ഇത് 98 സ്വർണ്ണപ്പാളിയാണെന്നുള്ള കാര്യം തന്ത്രിക്ക് അറിയാമല്ലോ. അതെ, മുരാരി ബാബുവിനറിയാം, പത്മകുമാറിനറിയാം, വാസുവിനറിയാം, ഇതിവിടെ പിടിച്ചവന് മൊത്തം അറിയാം. പാതിൽപ്പടിയും ഈ പറയുന്ന ദ്വാരപാലക ശില്പവും. മാത്രവുമല്ല, ആ അമ്പലത്തിന് പ്രത്യേകത, ഇയാളാണ് താന്ത്രികം. ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അമ്പലത്തിന്റെ പരിസരത്തിനപ്പുറം പോകാൻ പാടില്ല. മാത്രവുമല്ല, ഈ അമ്പലത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു സാധനം വെളിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണമുള്ള അല്ലെങ്കിൽ എന്ത് വിഷയം വന്നാലും ഹൈക്കോടതി നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്ന ആളിനെ ബോധ്യപ്പെടുത്തിയിട്ടേ കൊണ്ടുപോകും. ഇതെല്ലാം നിൽക്കുമ്പം ഈ രഹസ്യ കച്ചവടത്തിന് നമ്മുടെ മൂരിബാബു അല്ലെങ്കിൽ മുരാരി ബാബു പറഞ്ഞെന്ന് പറയുന്നല്ലോ, അതിന്റെ കീഴിൽ ഒരു രീതിയിലും ഒരാൾക്കും സ്വാധീനിക്കാൻ പറ്റാത്ത, ഒരാൾക്കും ഉപദ്രവിക്കാൻ പറ്റാത്ത, ഒരാൾക്കും അദ്ദേഹത്തിന്റെ പൊസിഷനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത തന്ത്രി എന്തിനാ സിനു ഒപ്പിട്ടെ? അത് വളരെ പ്രധാനപ്പെട്ട. തന്ത്രിയെ മാറ്റാൻ പിണറായി വിജയന് പറ്റില്ല, നരേന്ദ്രമോദിക്കും പറ്റത്തില്ല. ഞാൻ പറയാം, നരേന്ദ്രമോദിക്കും പറ്റത്തില്ല, സതീശന് ചെയ്യാൻ പറ്റത്തില്ല, BJPയുടെ നേതാക്കന്മാർക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. അതായത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് താന്ത്രികം, ഇവർക്ക് പാരമ്പര്യമായിട്ടുള്ള വിശ്വാസികൾ വെച്ചേക്കത്തൂല്ലല്ലോ. തന്ത്രി ഒന്നും പറഞ്ഞു. പക്ഷെ അമ്പലം അപ്പൊ അയാൾക്ക് അതിനകത്ത് ഒപ്പിടേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഒപ്പിടേണ്ട കാര്യം പറയണമെങ്കിൽ അങ്ങനെ ഇപ്പൊ നാളെ കാലത്ത് ഇതൊരു വലിയ കുഴപ്പമാകും. ഇതെല്ലാം ശരികേടാണ്, എഴുതി വെച്ചേക്കുന്നത് എല്ലാം തെറ്റാണ്. അപ്പൊ അതിനകത്ത് ഒപ്പിട്ടാൽ എനിക്കെന്ത് വേണം? അയ്യപ്പനോട് ചെയ്യുന്ന മഹാഭാവമല്ലേ? എന്തോ പറഞ്ഞാലും സ്വാമിയെ ശരണം അയ്യപ്പ, മുമ്പിലും കാണും പുറയിലും കാണും. അവർക്കല്ലേ ഇങ്ങനെ പറയുന്ന ആൾ ഇതിനകത്ത് ഒപ്പിടണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു നേട്ടം കാണത്തില്ലയോ സിനു? ഉണ്ടാവും. അതിനകത്ത് കുറ്റം പറഞ്ഞ അപ്പൊ ഇത് അന്വേഷണ സംഘത്തെ അന്വേഷിക്കുന്നുണ്ടാവും. പിന്നെ ആർക്കും തന്ത്രിയുടെ കാര്യത്തിനകത്ത് തന്ത്രിയെ പറഞ്ഞാൽ എന്തോ ഏതാണ്ട് പറ്റുമോ? ആർക്കും അതിനകത്തൊരു പറച്ചില്ലല്ലോ. അടുത്ത് കടകംപള്ളിയെ പിടിക്കാൻ നിൽക്കുമോ? പിടിക്കട്ടെ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ കടകംപള്ളി? പിന്നെ ഇനി തിരുമേനിയുടെ കാര്യം പറഞ്ഞില്ല. തിരുമേനിക്ക് പിന്നെ സ്വാധീനം ചെലുത്താം. ആരെങ്കിലും ഒക്കെ വിധേയപ്പെട്ട് നിൽക്കുക. അതിന്റെ കാര്യം അറിയാം. തിരുമേനിമാരെ തെരഞ്ഞെടുക്കുന്ന നെറുക്കെടുപ്പിലാണെങ്കിലും ഈ പാനൽ വരത്തില്ലയോ? ഇത് ആർക്കും അറിയാൻ പറ്റൊരു കാര്യമാണ്. പാനൽ വരുവാന്ന് പറയുമ്പോൾ സിനു കോട്ടയം അല്ലെങ്കിൽ സിനുവിന്റെ വീടിന്റെ അവിടെ കോട്ടയംകാരനാന്ന് വെച്ചോ, അല്ലെങ്കിൽ സിനുവിന്റെ അവിടുത്തെ സിനു തിരുമേനിയാണ്. എല്ലാം കഴിഞ്ഞ് നിൽക്കുമോ? സിനു പാനലി വരണ്ടേ? പാനലി വരണമെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് ഭരിക്കുന്നെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ശുപാർശ വേണം. അല്ലെങ്കിൽ അവിടുന്ന് 100 പേര് നിൽക്കുക, ഇവരെ ജില്ലാ കമ്മിറ്റി എനിക്കറിയാം അതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കത്തുള്ളൂ. അത് കുറ്റമൊന്നും പറയാനൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം പേര് എഴുതിയിടുന്നതിനകത്തൊന്നും നിറക്കാം. ഇത്രയും പേര് 50 പേരുണ്ടെങ്കിൽ, പക്ഷെ 50 പേരിനകത്ത് ഭാഗ്യപരീക്ഷണത്തിന് വരണോ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞത് തിരുമേനിക്ക് പിന്നെ സ്വാധീനിക്കാം. ഈ തിരുമേനി ഏതെങ്കിലും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഭാഗത്തിരുന്നപ്പോ കോൺഗ്രസ്സുകാരെ ശുപാർശ ചെയ്യായിരിക്കും. അപ്പൊ സഹായിച്ച ആള് പറയും അതിനകത്തൊന്ന് ഒപ്പിട്ടേക്കണേ. അപ്പൊ വേണം തിരുമേനിക്ക് ഒപ്പിടാമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ തിരുമേനി വീണ്ടും രാഷ്ട്രീയക്കാരൻ സ്വാധീനിക്കാം. പക്ഷെ തന്ത്രിയെ പറ്റത്തില്ല. അപ്പൊ തന്ത്രിക്ക് സ്വതന്ത്രമായി നിലപാട് എടുക്കാമായിരുന്നു, എന്നിട്ടും ചെയ്തില്ല. അതിനകത്ത് ആ തന്ത്രിക്ക് എന്ത് കാര്യമുണ്ട്? അപ്പൊ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണം. എന്തെങ്കിലും അല്ല, വളരെ വൃത്തിയായിട്ടുള്ള നേട്ടമുണ്ട്. കാരണം
തന്ത്രിക്ക് ഒരു ദിവസത്തെ അവിടുത്തെ വരുമാനം ലക്ഷങ്ങളാ, ഒരു സീസണിൽ വരുന്ന കോടികളാ. ഇതിനപ്പുറം വലിയൊരു വരുമാനം ഉണ്ടാവണം. നേരത്തെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ പറയുന്ന കൊടിമരത്തിന്റെ മുകളിലിരിക്കുന്ന വാജിവാഹനം കൊണ്ടുപോയതിന്റെ പേരിൽ അലിഗേഷൻ വന്നല്ലോ. വാജിവാഹനം എന്തിനാ ഇയാൾ വീട്ടിൽ കൊണ്ടുപോയി? ഞാൻ ചോദിക്കും എന്തിനാ? എന്റെ ചോദ്യം എനിക്ക് സംശയം. ഞാൻ എൻ്റെ ഒരു സാധാരണക്കാരനുള്ള ഒരാൾ ചോദിച്ചു, അവിടെ വെച്ച് ദഹിപ്പിച്ച് അശുദ്ധിയായ ഒരു സാധനം കളയേണ്ടത് പുള്ളി എന്തിനാ ഇത് മാത്രം വീട്ടിൽ കൊണ്ടുപോയി? കൊടിമരം കൊണ്ടുപോയതിന് വലിപ്പം ഉണ്ടായണ്ട എന്റെ അഭിപ്രായത്തിൽ. കൊടിമരം കൊണ്ടുപോയതിന് വലിപ്പം ഉണ്ടായ എന്റെ അഭിപ്രായത്തിൽ. ഇത് ഇദ്ദേഹം തിരിച്ചുകൊണ്ട് കൊടുത്തതിനാ ചിലർക്ക് സംശയം തോന്നിയുണ്ട്. ഈ വാജിവാഹനം ഈ പറഞ്ഞ കോടതി ചോദിച്ച പോലെ കടല് കടന്നാൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ കാശ് കിട്ടും. അതായത് വില മതി, സ്വർണ്ണമൊന്നും ആവണ്ട, വെറും തടിയിലായാലും മതി. ഇതിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന അയ്യപ്പന്റെ വാഹനമാണ്, 1000 കൊല്ലം പഴക്കമുണ്ട്. അല്ല പോട്ട് കൊടിമരത്തിന്റെ മണ്ടയ്ക്കിരുന്ന മേടിച്ചെടുക്കാൻ അപ്പൊ അത് ഇതുപോലെ പല അമ്പലങ്ങളിലെയും കൊടിമരം പൊളിച്ചതിന്റെ വാഹനം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് ആക്ഷേപം വരുന്നുണ്ട്. ഇദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ടെന്ന്. എല്ലാം പുള്ളിക്ക് കൊണ്ടുപോവാം, അതാ അതിന്റെ ശാസ്ത്രം. എല്ലാം പുള്ളിയുടെ അധികാര പരിധിയില്ല. പൂജ നടത്തുന്നതിന്റെ വേസ്റ്റ് മൊത്തം പുള്ളിക്ക് കൊണ്ടുപോവാം. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേസ്റ്റ് അല്ല, അതിന്റെ ബാക്കി വരുന്ന എല്ലാം എല്ലാം പുള്ളിക്കാ. എന്നിട്ട് ഇത് ഈ പറയുന്ന പൂജ ഇപ്പൊ സ്വാഭാവികമായിട്ടും തന്ത്രിയെ കേരളത്തിന് പുറത്തേക്ക് പോയാൽ ബംഗളൂരിലായിക്കോട്ടെ, ചെന്നൈയിലായിക്കോട്ടെ, അഹമ്മദാബാദിലായിക്കോട്ടെ, എവിടെയും പൂജയ്ക്കൊക്കെ വിളിക്കാം. ഈ പൂജയ്ക്ക് പോകുമ്പോൾ ഇത്തരത്തിലൊരു വാജിവാഹനമൊക്കെ കയ്യിലുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു മൂല്യം വളരെ കൂടുതലല്ലേ? ഇത് പൂജയ്ക്ക് വലുതാണ്. ഇതങ്ങ് കളഞ്ഞപ്പോൾ ഇത് ചോദിക്കാൻ ആരുമില്ലല്ലോ. ഇപ്പൊ ഒരു വിഷയം വന്നോണ്ടല്ലേ ഹൈന്ദവ സംഘടനകളിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഈ പറയുന്ന ആൾക്കാർ ചർച്ച ചെയ്യുന്നോണ്ടല്ലേ ഇത് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. ഇയാൾ ഓടിക്കൊണ്ടുവന്നത് തിരിച്ചുകൊണ്ടു ഓടിക്കൊണ്ട് അത്ര ഭയപ്പെടുന്നേ? എന്തിനാ ഭയപ്പെടുന്നേ? ആര് വന്നാലും ചോദിക്കാം, ഇത് എന്റെ അവകാശോ, താന്ത്രിക പ്രകാരം എന്റെ അവകാശോ, ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിത് ദഹിപ്പിച്ചു കളയും. അപ്പം അതേ പിടിച്ചാൽ പലതേലും കയറി പിടി അതേന്ന് പലതിലോട്ടും വരും. അത് ഒഴിവാക്കാൻ ആദ്യമേ ചെയ്തത്. അപ്പൊ ഇതിനകത്ത് അന്താരാഷ്ട്ര ഒരു റാക്കറ്റ് അല്ലെങ്കിൽ വലിയ വലിപ്പത്തിലുള്ള ഒരു കച്ചവടം ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട്. ഇത് രണ്ടുമല്ല, ഇത് വിശാലമായിട്ട് വളരെ കാലം കൊണ്ട് ഈ കച്ചവടം നടക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാ പപ്പൻ കയറുന്നതിന് മുമ്പേ പറഞ്ഞത് 2007 തൊട്ട് തിരുമേനി ഉണ്ടേ. ആരാ? ഉണ്ണികൃഷ്ണൻ തിരുമേനി. പപ്പൻ രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ച് ഞാൻ 2017 അല്ലെങ്കിൽ 2 കൊല്ലം 19 വന്ന്. അതിന് മുമ്പും കച്ചവടം ഉണ്ട് അവിടെ. അതുകൊണ്ടാ മുമ്പേ പറഞ്ഞ ചോദ്യത്തിന് ഇപ്പൊ ഉത്തരവായി. ഇതുകൊണ്ടാണ് പറയുന്നത് പലരെയും അല്ലെങ്കിൽ പലരല്ല, CPM മൊത്തത്തിൽ ക്ലെയിമിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിന് മിണ്ടാട്ടമില്ല, BJPക്ക് മിണ്ടാട്ടമില്ല. അത് നേരത്തെ മുന്നേ കൂട്ടി എറിഞ്ഞിരിക്കുക. മനസ്സിലായില്ലേ? പപ്പൻ വേറെ കാര്യം കൂടെ പറഞ്ഞിട്ട് എനിക്ക് തന്ത്രിക്ക് ബന്ധമുണ്ട് പോറ്റിയുമായിട്ട്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. പപ്പൻ പോയിട്ടുണ്ട്, തന്ത്രിയും പപ്പൻ വിടും. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മേളിൽ നിന്നൊരു പേപ്പർ വന്നായിരുന്നു. അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിക്ക് ഉൾപ്പെടെ ഒരു അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു, റെക്കോർഡിക്കലി കൊടുത്തായിരുന്നു. അവിടുന്ന് ഒരു കത്ത് വന്നു. അപ്പൊ ആരായി? കടകംപള്ളിക്കും ബന്ധമുണ്ടെന്നായോ? അപ്പം തന്ത്രിയും കടകംപള്ളിയും പപ്പന്റെ വായിൽ നിന്ന് വന്നു. ഇതുവരെയുള്ള പരിശോധിക്കുമ്പം ഓരോരുത്തർ കയറുമ്പോൾ പറയും. മൂരിബാബു കയറിയപ്പോൾ പറഞ്ഞു, ഞാൻ ഒപ്പിടിച്ചതിനകത്ത് ആരുണ്ട്? പപ്പനുണ്ട്, ദേവസ്വം കമ്മീഷനുണ്ട്, വാസുണ്ട്, 2 പേരും അകത്ത് പോയോ? അപ്പൊ പപ്പൻ അങ്ങോട്ട് കയറിയപ്പോൾ പപ്പനും 2 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തന്ത്രിയിലെ മാത്രമല്ല, നമ്മുടെ ഈ ഒറ്റ ചോദ്യം, തന്ത്രി നല്ലവനായിരിക്കാം, അയ്യപ്പന്റെ ആളായിരിക്കാം, ഇതിനകത്ത് എന്തിനാണ് ഒപ്പിട്ടു? ഒരു ലാഭവും ഇല്ലാത്തൊരു കാര്യത്തിനകത്ത്, ഒരു രീതിയിൽ ഒരു നഷ്ടവും സംഭവിക്കാത്ത, ആരുടെ സ്വാധീനത്തിനകത്ത് നിന്നു കൊടുക്കേണ്ടാത്ത, സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ ആ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിയും അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിൽക്കുന്ന മേൽശാന്തി എന്തിനു ഒപ്പിട്ടു? ബാക്കിയുള്ള അപ്പോൾ ഒപ്പിട്ടതിനകത്ത് ഒരു ഉദ്ദേശമുണ്ട്, ഒരു സാമ്പത്തിക ലാഭമുണ്ട്, ഒരു കൊള്ളയുണ്ട്. പരിശോധിക്കുമ്പോൾ ഏറ്റവും ദിവസം ജയറാമും കൂടെ വന്നപ്പം എല്ലാവരും നോക്കുമ്പോൾ ഇവർക്കെല്ലാം അന്താരാഷ്ട്ര ഒരു ബന്ധത്തിന് വേണ്ടതായിട്ടുള്ള കരുത്തും ശേഷിയും അല്ലെങ്കിൽ അതിന് കഴിയുന്നവരുമാണ്. നെറ്റ്വർക്ക് വളരെ വിപുലമാണ്. അപ്പൊ അത് തന്ത്രിക്ക് ഇതിനകത്ത് ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ട് എന്ന് തന്നെ വേണം വിചാരിക്കാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് അന്വേഷണത്തിന് സംഘത്തിന്റെ അടുത്ത നീക്കം തന്ത്രിയിലേക്കും വരണം. അതെ, പിന്നെ ഉറപ്പായിട്ടും തന്ത്രിയല്ല ആരായാലും എന്താ, തന്ത്രിക്ക് എന്തോ കൊമ്പുണ്ടോ? അയാൾ മോട്ടിക്കാൻ അയാൾ എന്തിനു ഒപ്പിട്ടു? എനിക്ക് അയാൾ മോട്ടിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അയാൾ എന്തിന് ഇതിനകത്ത് ഒപ്പിട്ടു? ഈ കള്ളത്തരത്തിനകത്ത് എന്തായാലും കള്ളത്തരമാണല്ലോ. അതെ, ചെമ്പും ഒന്നും വേണ്ട, ഒരു കൊള്ള നടന്നിട്ടില്ലെന്ന് വിചാരിക്കാം. ചെമ്പുപാളി അല്ലല്ലോ, ചെമ്പുപാളി എന്ന് പറഞ്ഞിട്ടേ അതില്ലേ. അപ്പം ഇദ്ദേഹം ഒപ്പിട്ടെ. അപ്പം അതിന് മാത്രം ഒരു ഉത്തരം തന്നാൽ ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.